എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഈ വീഡിയോ ഒരിക്കലും ഒരു ഭീതി വ്യാപാരമല്ല, അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പേടിപ്പെടുത്തുകയല്ല. വർഷങ്ങളായിട്ട് നമ്മൾ മലയാളികൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള മറ്റൊരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാത്ത ഒരു സംഭവമാണ്, ഒരു പദ്ധതിയാണെന്ന് കൂടി ഓർക്കുക. മറ്റൊന്നുമല്ല, മുല്ലപ്പെരിയാറിനെ പറ്റി തന്നെയാണ്. എല്ലാ വർഷവും മഴക്കാലത്ത്, പ്രത്യേകിച്ച് മഴ കനക്കുമ്പോൾ, ചെറിയ പ്രളയങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ് മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയെ പറ്റിയിട്ട്. പണ്ടൊരു 2021 കാലഘട്ടങ്ങളിൽ വലിയ ക്യാമ്പയിനായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിനേക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നോ പുതിയ ഡാം പണിയണമെന്നോ ഒക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് തമിഴ്നാട് സർക്കാരിനെ ബന്ധപ്പെടുന്നു. പക്ഷേ തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പുച്ഛം കലർന്നൊരു ഭാവമാണ് എപ്പോഴും ഉണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ തലയിൽ ചുമക്കുന്നതുണ്ടല്ലോ, ഒരു വലിയൊരു ആറ്റം ബോംബ് നമ്മുടെ തലയ്ക്ക് മുകളിലിരിക്കുകയാണ്. അതിൻ്റെ ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സിനിമകൾ കണ്ടിട്ടില്ല, ടൈം ബോംബ്, സമയം ഇങ്ങനെ കുറഞ്ഞു വരുമല്ലേ, ആ ഒരു സമയം ഇങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു മുല്ലപ്പെരിയാർ പൊട്ടിയാലുള്ള അവസ്ഥ എന്താകും നിങ്ങൾക്കറിയാവോ? 6 ജില്ലകൾ അപ്പാടെ ഒലിച്ചു പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അവിടെയുള്ള സർവ്വ മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം ഇല്ലാതാകും. അവിടെ ഇത്രയും കാലം കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത ഇൻഫ്രാസ്ട്രക്ചർ, അവിടെയുള്ള സസ്യവൈവിധ്യങ്ങൾ, കൃഷികളെല്ലാം ഇല്ലാതാവും. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു ചെളിക്കുണ്ട് നിറഞ്ഞ ആ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. ഒന്നാലോചിച്ച് നോക്കുക, ഈ മാസം മാത്രം മഴക്കെടുതിയിൽപ്പെട്ട് എത്ര മരണങ്ങളാണ് ഇവിടെ ഉണ്ടായെന്നറിയാമോ? വിരലെണ്ണയെ തീരില്ല. അതോടൊപ്പം തന്നെ ചൂരൽമല പോലുള്ള ദുരന്തങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് മലയാളി സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടല്ലേ. അതിൻ്റെ വേദന കൃത്യമായിട്ട് അറിഞ്ഞവരാണ് നമ്മൾ മലയാളികൾ. അത്രയും മരണങ്ങളാണ് ഉണ്ടായത്. പക്ഷേ ആ മരണങ്ങൾ ഒരു 50 ലക്ഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? വലിയൊരു ദുരന്തം. നമുക്കൊരിക്കലും തിരിച്ച് കെട്ടിപ്പടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ കയ്യിലൊതുങ്ങുമോ? രക്ഷാപ്രവർത്തനം, ഇതൊക്കെ ഇത്രയും വലിയ പ്രദേശത്ത് എന്ത് സാധ്യമാകാനാണ്? അപ്പോൾ മുല്ലപ്പെരിയാറിനെ പറ്റി സംസാരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കേവലം ഒരു മഴക്കാലത്തെ ചർച്ച മാത്രമല്ല ഇത് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത്. മറിച്ച് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്നറിയാവോ? ഒന്നാമത്തത്, വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇലക്ഷൻ വാഗ്ദാനമായിട്ടൊക്കെ മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് ഉയർത്തുമെന്നുള്ളതാണ്. രണ്ടാമത് അധികാരത്തിൽ കയറിയ ശേഷം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്തെന്നാൽ മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം പണിയണമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒഴുകി താഴെ വരുന്ന ഭാഗമുണ്ടല്ലോ, ഡൗൺ സ്ട്രീം എന്ന് പറയുമല്ലോ, അവിടെയായിട്ട് മറ്റൊരു ഡാം പണിയും. എന്നിട്ട് മുല്ലപ്പെരിയാർ നമുക്ക് പുതുക്കി പണിയുകയോ ഡീകമ്മീഷൻ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. മുല്ലപ്പെരിയാറിന് പകരമായിട്ട് പുതിയൊരു ഡാം. ഇതാണ് കേരള സർക്കാർ ഇത്രയും കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് കഴിഞ്ഞൊരു ദിവസങ്ങളിൽ പറയുകയുണ്ടായി, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്, പറയുകയുണ്ടായി പുതിയ ഡാം ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ലെന്ന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്നറിയാവോ? കഴിഞ്ഞ ദിവസം വിജയ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണമായിരുന്നു. അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആണല്ലോ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? മുല്ലപ്പെരിയാറിൽ നിലവിൽ അനുവദനീയമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ്, ആ ഉയരം എന്ന് പറയുന്നത് 142 അടിയാണ്. അത് 136 ആക്കിയിട്ട് കേരളം മാറ്റാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ നിയമനിർമ്മാണം കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് തമിഴ്നാട് സുപ്രീം കോടതിയിലൊക്കെ പോയിട്ടാണ് 142 ആക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ 142 വരെയാണ് അതിൽ വെള്ളം ശേഖരിച്ച് നിർത്താൻ പറ്റുക. ഈ ഒരു ബജറ്റിൽ വിജയ് ഗവൺമെൻറ് പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? അത് ഞങ്ങൾ 152 ആക്കുമെന്നുള്ളതാണ്, 10 അടി കൂട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേവലം 10 അടിയല്ലേ എന്നുള്ളതാണല്ലേ. ആ 10 അടിയിൽ ഇത്രയും വീതിയിൽ എന്തോരം വെള്ളമായിരിക്കും വരാൻ പോകുന്നത്, എന്തോരം പ്രഷറായിരിക്കും അവിടെ കൂടാൻ പോകുന്നത്. ഈ സംഭവം ശരിക്കും നിസ്സാരമായിട്ടല്ല നമ്മൾ കാണേണ്ടത്, വളരെ പ്രശ്നമുള്ള കാര്യമാണ്. കാരണം മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതായത് ലോകത്ത് തന്നെ ഏറ്റവും കാലപ്പഴക്കം ചെന്ന, ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥയിലുള്ള, അതായത് പെട്ടെന്ന് തന്നെ ഡീകമ്മീഷൻ ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു അപകടമായിരിക്കും ഇത് കാരണം വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ടുള്ള, കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡി നടത്തി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഐക്യരാഷ്ട്രസഭ യൂണിവേഴ്സിറ്റിയാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് ഓർക്കുക. അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ഡാം മാത്രമേ ഇടം പിടിച്ചിട്ടുള്ളൂ, അത് മുല്ലപ്പെരിയാറാണ്. IIT അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കിയുടെ റിപ്പോർട്ടുണ്ട്, IIT ഡൽഹിയുടെ റിപ്പോർട്ടുണ്ട്, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. കേരള ഗവൺമെൻറ് ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഒരു വിദഗ്ധ പാനലിനെ നിയമിച്ചിരുന്നു. ആ ഒരു പാനലിൻ്റെ, ആ ഒരു സമിതിയുടെ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മുല്ലപ്പെരിയാറിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മുല്ലപ്പെരിയാറിൻ്റെ ഒരു വയസ്സ്, പ്രായം എത്രയാണെന്നറിയാവോ? 131 വർഷമായി. ഈ ഡാം നിർമ്മിച്ച കാലത്ത്, അതിൻ്റെ എഞ്ചിനീയറായിട്ടുള്ള പെനിക്കുക്ക നിർമ്മിച്ച കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 വർഷത്തേക്കാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യുക, പുതുക്കി പണിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ 50 വർഷത്തേക്ക് നിർമ്മിച്ച ഡാം കാര്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ പുനർനിർമ്മാണമോ ഒന്നും നടത്താതെ 131 വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നറിയാവോ? ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണ് ഇതിൻ്റെ അധികാരമുള്ളതെങ്കിൽ എന്തെളുപ്പമായിട്ട് കാര്യങ്ങൾ നീങ്ങിപ്പോയനെ. തമിഴ്നാട് സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള
ആ ഒരു വാശിയുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് തൊടാൻ പറ്റാത്തത്. നമ്മൾ പലതവണയായിട്ട് സുപ്രീം കോടതി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ കേരള സർക്കാരിനേക്കാൾ കൂടുതൽ, കേരള സർക്കാർ പലപ്പോഴും കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല ഈ ഒരു വിഷയത്തിൽ, ഈ ശ്രീ റസൽ ജോയ് സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടാണ് പലപ്പോഴും കോടതിയിൽ നിന്ന് വിധി സമ്പാദിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം അറിയാവോ, എന്ത് വലിയ അപമാനമാണ് തമിഴ്നാട് ഈ കാര്യത്തിൽ നമ്മളോട് ചെയ്യുന്നതെന്ന് അറിയാമോ? 2018 നമുക്ക് വലിയ പ്രളയമായിരുന്നല്ലോ കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എടപ്പാടി പളനിസ്വാമിക്ക് ഒരു കത്തെഴുതുകയാണ്. കേരളത്തിൽ വലിയ പ്രളയങ്ങളും പ്രശ്നങ്ങളുമാണ് നടക്കുന്നത്, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് ഒരു 3 അടി ഒന്ന് കുറയ്ക്കണം. ഓക്കെ, 3 അടി മാത്രം കുറയ്ക്കണമെന്ന് ഉള്ളതായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് എന്താ പറയുക അവിടുത്തെ മുഖ്യമന്ത്രി? ഒന്നെങ്കിൽ കുറയ്ക്കാമെന്ന് പറയുക, അല്ലെങ്കിൽ നിരസിക്കാം, ഇവിടുത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷേ പുള്ളി പറഞ്ഞ എന്താണെന്നറിയാവോ? കുറയ്ക്കാനൊന്നും പോകുന്നില്ല, മാത്രമല്ല വേണമെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ജലനിരപ്പ് ഉയർത്തുമെന്നും പറഞ്ഞിട്ട് അപമാനിക്കുകയാണ്. കേരളം അതിനെപ്പറ്റി പിന്നീടൊന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ടൂളാണ് സത്യം പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ എന്നുള്ളത്. തമിഴ്നാട്ടിൽ പ്രധാനമായിട്ടും 5 ജില്ലകളിൽ, മറ്റ് ജില്ലകൾ കൂടെ ഉണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്ന 5 ജില്ലകളാണ്. ആ ജില്ലകളുടെ ഒരു ജീവനാഡിയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയാൻ സാധിക്കും. കാരണം ഏറ്റവും പ്രധാനമായിട്ടും കൃഷി മേഖലകളിലേക്ക് വെള്ളം പോവുക, കുടിക്കാനുള്ള വെള്ളം, അതായത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യമാണ് കുടിവെള്ളം എന്നുള്ളതല്ലേ, അങ്ങനെയുള്ള വെള്ളം, അതോടൊപ്പം ചെറുകിട ഫാക്ടറികൾ അല്ലെങ്കിൽ വലിയ ലാർജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇതിലേക്കൊക്കെയുള്ള പ്രധാന ജല സപ്ലൈ എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറാണ്. ഈ ഒരു സംഭവങ്ങൾ കൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ അവർ ഓവറായിട്ട് ഇമോഷണലാണ് അത്രത്തോളം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വലിയൊരു മാനം അതിനുണ്ട്. പക്ഷേ ഈ മുല്ലപ്പെരിയാർ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണല്ലേ. ഇനി നിങ്ങൾ ഇന്നലെ ഒരു വാർത്ത കണ്ടായിരുന്നു, കേരളത്തിൽ ഇടുക്കിയിൽ മലയോര മേഖലകളിൽ കനത്ത മഴയായിരുന്നു ഇന്നലെ പെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കല്ലാർകുട്ടി ഡാമിൻ്റെ 5 ഷട്ടറുകൾ തുറക്കേണ്ടി വരികയാണ്. അവിടെ അടിമാലി ഭാഗത്തൊക്കെ വെള്ളക്കെട്ടും ചെറിയ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ എന്തെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയമാണ്. 50 വർഷത്തേക്ക് നിർമ്മിച്ച ഡാം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 131 വർഷമായി. അതിൻ്റെ യൂട്യൂബിൽ അത് പഴയ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. ഡാം ലീക്ക് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഒരു റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ വെച്ച് നടത്തിയ പഠനത്തിൽ കൃത്യമായിട്ട് അതിനൊരു 20 ഡിഗ്രി ചരിവും അതോടൊപ്പം വിള്ളലും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ അടിഭാഗത്ത് ശരിക്കും നല്ല പ്രശ്നങ്ങളുണ്ട്. ഇത് പലരും പറയും നിങ്ങളോട് പ്രശ്നമൊന്നുമില്ല, അത് സേഫാണ്. അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, IIT പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു ശാസ്ത്ര സ്ഥാപനം നടത്തിയ പഠനങ്ങളുണ്ട്. IIT റൂർക്കിയും IIT ഡൽഹിയും നടത്തിയിട്ടുള്ള പഠനങ്ങളുണ്ട്. അതോടൊപ്പം നമ്മൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രഷറാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സീസ്മിക് ആക്ടിവിറ്റി, അതായത് ചെറിയൊരു ഭൂകമ്പം, ഭൂമി കുലുക്കം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക. ഈ ഒരു പ്രദേശമെന്നുള്ളത് പലപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ കമ്പനങ്ങൾ, അത്ര നമുക്കത് ഫീൽ ചെയ്യില്ല, അടുത്തടുത്ത് നടക്കുന്നതാണ്. അതൊന്ന് കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈം ബോംബ്, ഞാൻ പറഞ്ഞല്ലോ ആറ്റം ബോംബ് ഇങ്ങനെ തലയ്ക്ക് മുകളിലിരിക്കുകയാണല്ലേ, അത് പൊട്ടാവുന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വലിയ വലിയ ഇടപെടലുകളൊക്കെ നടത്തുമെന്നുള്ളതാണ് പറയുന്നത്. ജലസേചന മന്ത്രിയായിട്ടുള്ള ശ്രീ മോൻസ് ജോസഫ് പറയുന്നത് ഒരു കാരണവശാലും ജലനിരപ്പ് കൂട്ടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജലനിരപ്പ് ഉയർത്താൻ സുപ്രീം കോടതി സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷം മാത്രമേ അത് കൂട്ടാൻ പാടുള്ളൂ. പക്ഷേ തമിഴ്നാട് ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇത് ഇരിക്കുന്ന എവിടെയാണ്? കേരളത്തിലാണ്. അപ്പോൾ അവർക്ക് കൂട്ടി ഇതിന് അപകടാവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇല്ല എന്നുള്ള രീതി അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാവരും തമിഴ്നാടിന് വെള്ളം വേണം, അതിൽ തർക്കമൊന്നുമില്ല, അവർ കൊടുത്തോട്ടെ, കൊണ്ടുപോയിക്കോട്ടെ. പക്ഷെ നമ്മുടെ സുരക്ഷ അത് വളരെ പ്രധാനമല്ലേ? നമ്മുടെ സുരക്ഷയല്ലേ ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോൾ ആ ഒരു സുരക്ഷാപരമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ നമ്മളെ അനുവദിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളുടെ മണ്ണിൽ നിൽക്കുന്ന, നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ആറ്റം ബോംബ് അത് നിർവീര്യമാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എത്രത്തോളം പ്രോബ്ലമാറ്റിക്കാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, നമ്മളുടെ ജലസേചന മന്ത്രിയൊക്കെ പറയുന്ന കാര്യം എന്തെന്നാൽ, ഇപ്പോൾ തമിഴ്നാട് സർക്കാരുമായിട്ട് ഇടപെടുന്നുണ്ട്, കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മളുടെ മുൻ വൈദ്യുതി മന്ത്രിയായിട്ടുള്ള ശ്രീ MM മണി പറഞ്ഞ കാര്യം ജലനിരപ്പ് കൂട്ടുന്നതിനെ പറ്റിയാണ്. അതൊക്കെ അവർ മനസ്സിൽ വച്ചേക്കത്തേ ഉള്ളൂ, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നേതാക്കളെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ആവശ്യമാണ്. കാരണം അത് 10 അടി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പ്രഷറായിരിക്കും വീണ്ടും അതിൻ്റെ വാൾസിൽ അത് ചുമത്താൻ പോകുന്നത്. അത്രയും ഇപ്പോൾ തന്നെ 15 TMC വെള്ളം 800 മീറ്റർ ഉയരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ എനർജിയാണ് അതിൻ്റെ അകത്തുള്ളത് അല്ലേ. അപ്പോൾ അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാം താങ്ങുമെന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ കള്ളമാണ്. അത്രയും ഫോഴ്സും താങ്ങാൻ പറ്റില്ല. നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, ഉയരത്തിൽ നിൽക്കുന്നൊരു ബോഡി വാട്ടർ ടാങ്കിൽ നിൽക്കുമ്പോൾ ആ വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അത്
താഴത്തോട്ട് വരുമ്പോൾ അത് കൈനറ്റിക് എനർജിയായി മാറുമെന്നല്ലേ. ഈ വെള്ളത്തിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു പ്രളയത്തിൻ്റെ വെള്ളം വരുമ്പോൾ തന്നെ ഗേറ്റൊക്കെ പൊളിച്ചുകൊണ്ടാണ് പോകുന്നതല്ലേ, ആ ഒരു അത്രയും പ്രഷർ തന്നെ. നമ്മളൊരിക്കലും കളിക്കാൻ പാടില്ലാത്ത ഒന്നാണ് മണ്ണ്, അതോടൊപ്പം തീയ്, വെള്ളം. ഇതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. എല്ലാം തൂത്തെറിഞ്ഞ് നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ ഈ 3 കാര്യങ്ങൾക്ക് പറ്റുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. കേരള സർക്കാർ ഒരുപാട് വർഷമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്തെന്നാൽ ഒരു പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ ഡാം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഈ മുല്ലപ്പെരിയാറിൻ്റെ അകത്ത് തന്നെ മറ്റൊരു ഡാം വയ്ക്കുകയാണോ, അല്ലെങ്കിൽ ഇത് പൊളിച്ച് കളഞ്ഞിട്ട് അതിന് പകരം അവിടെ ഒരു ഡാം വയ്ക്കുകയാണോ. അങ്ങനെയല്ല. പുതിയ ഡാം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കാണുന്നത് ഈ ഡാം ഉയരത്തിലാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് അത് വെള്ളം അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ഡൗൺ സ്ട്രീം എന്ന് പറയും. ഈ ഡൗൺ സ്ട്രീമിലായിട്ട് മറ്റൊരു ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരാറുള്ളത്. അങ്ങനെ ഈ പഴയ ഡാം നമുക്ക് പൊളിച്ച് കളയുകയോ ഡീകമ്മീഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ട് അതൊരു ബാക്കപ്പായിട്ട് ഉപയോഗിക്കുകയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നിലവിലെ സാഹചര്യം തുടർന്ന് പോരുവാണെങ്കിൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഒരുപോലെ നമ്മൾ വലിയ സമരങ്ങൾ, ഇപ്പോൾ CJPയുടെ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ, അതുപോലൊരു സമരം ഇവിടുത്തെ യുവജനങ്ങൾ നടത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ കലാപാഹ്വാനത്തിനൊന്നും അല്ല പറയുന്നത്, നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മളും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളെയും അതോടൊപ്പം സർവ്വജീവജാലങ്ങളെയും, മൃഗങ്ങളെയും പക്ഷികളെയും മറ്റ് ഇഴജന്തുക്കളെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മളുടെ ജൈവ വൈവിധ്യങ്ങളെയും നമ്മളുടെ ഇത്രയും വർഷം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറിനെയും ഒക്കെ ബാധിക്കുന്നൊരു കാര്യമാണ്. ഒന്നാലോചിച്ച് നോക്കുക, അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ജനങ്ങൾ ഒരു മഴ കനക്കുമ്പോൾ എത്രത്തോളം ഭീതിയിലായിരിക്കും ജീവിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്. ആനിമേഷൻ വീഡിയോസൊക്കെ ഉണ്ട് യൂട്യൂബിൽ, ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. തൂത്തെറിഞ്ഞായിരിക്കും കൊണ്ടുപോകുന്നത്. നിമിഷ നേരം കൊണ്ട് ഇങ്ങവരെ അങ്ങോട്ട് എത്തും, ഒന്നും ബാക്കി കാണില്ല. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ച് പോവുകയാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു എഗ്രിമെൻറ്റ്, അന്ന് ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല, ഇന്ത്യ സ്വതന്ത്രമായിട്ട് കുറച്ച് വർഷമായിട്ടുള്ളത്, 131 വർഷങ്ങൾക്ക് മുമ്പുള്ള എഗ്രിമെൻറ്റ് ഇപ്പോഴും ലീഗലായിട്ട് നിലനിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് കേരളത്തിലാണ് തമിഴ്നാട് ഉപയോഗിക്കുന്നത്, നമുക്കാകെ കിട്ടുന്നത് വർഷം 10 ലക്ഷം രൂപയാണ്. ഇനി തമിഴ്നാട് എത്രത്തോളമാണ് അതിൽ നിന്ന് ഉണ്ടാക്കുന്നതെന്നറിയാമോ? കോടികളാണ്. ഒന്നാമത്തത് അവർ വൈദ്യുതി ജനറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ കൃഷിയുടെയും വെള്ളത്തിൻ്റെയും കാര്യം പറഞ്ഞു, പക്ഷേ അതിനപ്പുറത്തേക്ക് വൈദ്യുതി കേട്ടോ. തമിഴ്നാട് കോടിക്കണക്കിന് രൂപയുടെ വൈദ്യുതി, അത്രത്തോളം യൂണിറ്റുകൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്നു. പിന്നീട് മറ്റ് കൃഷി, ചെറുകിട അല്ലെങ്കിൽ വലിയ ഫാക്ടറികൾ, ഇങ്ങോട്ടൊക്കെയുള്ള വെള്ളം, അപ്പോൾ അതിൽ നിന്നും ഉള്ള റവന്യൂ, അങ്ങനെ കോടാനുകോടിക്കണക്കിന് രൂപയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് തമിഴ്നാട് ഈ മുല്ലപ്പെരിയാർ ഉണ്ടാക്കുന്നത്. കറണ്ടിൽ നിന്നും കൃഷിയിൽ നിന്നും അതോടൊപ്പം ഈ വെള്ളം ഉപയോഗിച്ചുള്ള മറ്റ് ഫാക്ടറികളിൽ നിന്നൊക്കെ ആയിട്ട് നമുക്ക് വർഷം കിട്ടുന്നത് 10 ലക്ഷം രൂപ. അപ്പോൾ അത് പൈസയുടെ കണക്ക് മാത്രമല്ല പറഞ്ഞത്, തമിഴ്നാടിനെ സംബന്ധിച്ച് എല്ലാ തരത്തിലും വലിയൊരു നേട്ടമാണ്, രാഷ്ട്രീയമായിട്ടുള്ളൊരു ടൂളാണ്. അതുകൊണ്ട് തന്നെ അവർ വിട്ടുകൊടുക്കാൻ മടിക്കുകയാണ്. പക്ഷേ നമ്മുടെ തലയ്ക്ക് മുകളിലാണ് ബോംബിരിക്കുന്നതുകൊണ്ട് അവർ കാര്യമാക്കുന്നില്ല. ആ ഒരു ചിന്തയെ എതിർത്തല്ലേ പറ്റത്തുള്ളൂ നമുക്ക്. കാരണം ഞാൻ സംസ്ഥാനം വേർതിരിച്ച് പറയുകയല്ല, പക്ഷേ ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വിജയ് സർക്കാർ വന്നിട്ട് ഇത്രയും കാലം അങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ ഉയരം കൂട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ ഭീകരാവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. അതിനെ നമ്മൾ ശക്തമായിട്ട് എതിർക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, DRIP, ഡാം റിഹാബിലിറ്റേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതെന്നുള്ളത് ഒരു ഇൻ്റർനാഷണൽ ബോഡിയാണ്. ഇതിലേക്ക് ഫണ്ട് ചെയ്യുന്നത് വേൾഡ് ബാങ്ക്, അതോടൊപ്പം ലോകത്തുള്ള മറ്റ് അമേരിക്കൻ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലെയും ബാങ്ക്, നമ്മളുടെ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസീസ് ഫണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമുള്ള ഒരുപാട് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റുകളൊക്കെ ഫണ്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഡ്രിപ്പ് എന്നുള്ളത്. അപ്പോൾ ഡ്രിപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോകത്ത് ഉള്ള ഡാമുകളെ പറ്റി പഠിക്കുകയും അറ്റകുറ്റപ്പണി ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പുനർനിർമ്മാണമായിട്ടുള്ള ഡാമുകളുണ്ടല്ലോ ഇവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ബോഡിയാണ് ഡ്രിപ്പ് എന്നുള്ളത്. അപ്പോൾ അവർ എപ്പോഴും ഏതൊക്കെ ഡാമാണ് പ്രശ്നങ്ങളുള്ളത്, എല്ലാ പരിഹാരങ്ങളും അതിന് വേണ്ടിയിട്ട് ബില്യൺസ് ഓഫ് ഡോളറാണ് അവർ ചിലവാക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പല ഡാമുകളും അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റ് നമുക്ക് നോക്കാൻ പറ്റും. കേരളത്തിലെ ഡാമുകൾ പ്രധാനമായിട്ടും 2 ബോഡിയുടെ കീഴിലാണുള്ളത്. ഒന്നാമത്തത് KSEBയുടെയും അതോടൊപ്പം KWRB, കേരള വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇനി തമിഴ്നാട്ടിലെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലും അവിടുത്തെ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും ഒരുപാട് ഡാമുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡാമിലും നിങ്ങൾക്ക് മുല്ലപ്പെരിയാർ മാത്രം കാണാൻ സാധിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. യുണൈറ്റഡ് നാഷൻസ് യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന, ഏറ്റവും തകരാറിലായ, ഏറ്റവും അപകടാവസ്ഥയിലുള്ള ഡാമുകളിലൊന്ന് ഇന്ത്യയിലെ ഏക ഡാം എന്നുള്ള മുല്ലപ്പെരിയാറാണ്. ബാക്കിയുള്ള ഡാമിന് ഈ ഒരു ഡ്രിപ്പ് വഴി ഫണ്ടിങ് ലഭിക്കുമ്പോഴും മുല്ലപ്പെരിയാർ മാത്രം ആ ലിസ്റ്റിൽ അകപ്പെട്ടിട്ടില്ല. എന്ത് വലിയ രാഷ്ട്രീയ കളിയാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് അത്രയും
ഫണ്ട് കിട്ടും. നമ്മുടെ ഗവൺമെൻറ് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കിയൊക്കെ ഈ ഡ്രിപ്പ് വഴി നമുക്ക് ഫണ്ട് കിട്ടുമെന്നിരിക്കെ ഒന്നും ചെയ്യാനായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതോടൊപ്പം 2019 പാർലമെൻറ്റിൽ ഡാം സേഫ്റ്റി ബില്ല് അവതരിപ്പിക്കുകയാണ്. തമിഴ്നാടിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. പ്രധാനമായിട്ടും അതിൻ്റെ അകത്തെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു, ഒരു തമിഴ്നാടിന് ഏറ്റവും ബുദ്ധിമുട്ടായി മാറിയേക്കാവുന്ന ഒരു ക്ലോസ്. മറ്റൊന്നുമല്ല, ഒരു ഡാമിൻ്റെ കൺട്രോൾ 2 സംസ്ഥാനങ്ങൾക്കുണ്ടെങ്കിൽ, ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് അത് ഇരിക്കുന്ന കേരളത്തിലാണ്, അത് കൺട്രോൾ ചെയ്യുന്ന തമിഴ്നാടാണ്. അപ്പോൾ രണ്ടും മിക്സ്ഡ് ആണല്ലേ. അങ്ങനെയെങ്കിൽ ആ ഡാമിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഒരു കേന്ദ്ര ബോഡി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു വകുപ്പായിരിക്കും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിൻ്റെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം 2018 ഞാൻ പറഞ്ഞ സംഭവം, നമ്മുടെ മുഖ്യമന്ത്രി കത്ത് അയച്ചപ്പോഴേക്കും അവിടുത്തെ മുഖ്യമന്ത്രി അപമാനിക്കുന്ന രീതിയിലായിരുന്നു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ വിജയ് ഗവൺമെൻറ് ഏറ്റവും വലിയ ഷോക്ക് നമുക്ക് തന്നിരിക്കുകയാണ്. 152 അടിയാക്കുമെന്ന്. ഇതിനെപ്പറ്റി നിങ്ങൾ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ടോ? മുല്ലപ്പെരിയാർ ഈ പഴയ അളവ് വെച്ച് തന്നെയായിരുന്നു ഇത്രയും കാലം നമ്മൾ പൊട്ടും എന്നും പറഞ്ഞ് പ്രശ്നമാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ 10 അടി കൂട്ടാൻ പോകുന്നു എന്നുള്ളൊരു പ്രമേയം അവിടെ പാസ്സാക്കിയപ്പോൾ, അവിടെ ബജറ്റിൽ പറഞ്ഞപ്പോൾ നമ്മളാരും ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നില്ല. അണ്ണൻ ഉയരായിരിക്കും, പക്ഷേ അതിനേക്കാളും ഉയരാണ് ജനങ്ങൾ. ഏത് ജനങ്ങളാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ജീവൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അഫക്റ്റ് ചെയ്യുന്ന ആരെയാണ്? നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജീവൻ തന്നെയാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടേ ഏതണ്ണൻ ഉയരുമുള്ളൂ എന്നാലോചിക്കുക, അത് മനസ്സിലാക്കുക, ഇതിനെതിരെ സംസാരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഡാം തകർന്ന ദുരന്തം ഏതാണെന്നറിയാമോ? വർഷം 1975 ചൈനയിലെ ബൻക്യാവോ ഡാം തകർന്നാണ്. ഏകദേശം 2 ലക്ഷത്തിലധികം ആൾക്കാർ അതിനകത്ത് മരണപ്പെടുകയാണ്. ഒരുപാട് പേര് അതിനകത്ത് കാണാതാകുകയാണ്, അംഗവൈകല്യം സംഭവിക്കുകയാണ്. പിന്നെ എന്താ സംഭവിക്കുക? ഒരായുഷ്കാലത്തെ സമ്പാദ്യം മൊത്തം തകർന്നു പോകുകയാണ്. ഒരു നാട് മൊത്തം ഇല്ലാണ്ടാകുകയാണല്ലേ. ഇപ്പോൾ നമുക്ക് ചൂരൽമല ദുരന്തമൊക്കെ അറിയാം. അവിടെ ഉണ്ടായിരുന്ന വീടുകൾ ഒന്നും ഇല്ലാണ്ടായി. അതുപോലെ തന്നെയാണ് ഒരു വലിയ ഡാം പൊട്ടി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രഷറിലായിരിക്കും വെള്ളം വരുന്നത്. എല്ലാം തൂത്തെറിഞ്ഞു കൊണ്ടുപോകും. സമാനമായിട്ടുള്ളൊരു സാഹചര്യം തന്നെ. അതിനേക്കാളും വലിയൊരു ദുരന്തം. ഏറ്റവും വലിയ ദുരന്തത്തിൽ 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് മരിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിലോ 30, 35 ആ ഒരു അത്ര ലക്ഷം റേഞ്ചിലായിരിക്കും കാര്യങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിനെ പറ്റി സംസാരിക്കുക എന്നുള്ളത് ഓരോ പൗരബോധമുള്ള മലയാളി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2021 സംസാരിച്ചു, എന്നാൽ 2026 ജലനിരപ്പ് ഉയർത്താൻ പോകുമ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ലോജിക്കാണ് നമ്മളുടെ ചർച്ചകളുള്ളത്? എന്തിനാണ് നമ്മൾ ഇത്രയും 2021 സംസാരിക്കേണ്ടി വന്നത്? അപ്പോൾ അതിലൊന്നും കാര്യമില്ലാണ്ടായി മാറിയില്ലേ? നമ്മൾ കൂടുതൽ അപകടത്തിലേക്ക് അടുക്കും തോറും നമ്മളത് വിട്ടുകളയുകയാണ്. അത് വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു കഷ്ടം തന്നെയല്ലേ സത്യം പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നറിയാമോ? സുർക്കി മിശ്രിതം, ഈ ചുണ്ണാമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാതെ കോൺക്രീറ്റ് മിശ്രിതം കൊണ്ട് ഉറപ്പിച്ചിട്ടുള്ള സാധനമൊന്നും അല്ലത്. അതൊരു ഗ്രാവിറ്റി ഡാമാണ്. അപ്പോൾ അതിൻ്റെ ഘടനയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എല്ലാ വീഡിയോസും ആനിമേഷനൊക്കെ ആയിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് പൊട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല ആനിമേഷൻസ് കിടപ്പുണ്ട്. മുല്ലപ്പെരിയാറിനെ പറ്റി മനസ്സിലാക്കുക, സംസാരിക്കുക. അത് നമ്മൾ സംസാരിച്ച് കൊണ്ടേയിരിക്കും. കാരണം അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ആറ്റം ബോംബാണ്. അതിൻ്റെ ടൈം ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മുടെ കേരള ഗവൺമെൻറ്റിന് ശക്തമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റുമോ? അതോ തമിഴ്നാട് പറയുന്നത് കേട്ട് ചൊൽപ്പടിക്ക് ഇത്രയും വർഷം നിന്ന പോലെ തന്നെ നമുക്ക് ചൊൽപ്പടിക്ക് വീണ്ടും നിൽക്കേണ്ടി വരുമോ? എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ എസ് മാഡ, പ്ലീസ് സൈനിങ് ഔട്ട്.